കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. സ്ഥാനാർത്ഥിയാണ് അരുൺ രാജ് എന്നാണ് പേര്. വീട് ചടയമംഗലത്താണ്. വോട്ടിംഗ് സഹായിക്കുന്നത്. BJPയുടെ ചടയമംഗലത്തെ സ്ഥാനാർത്ഥിയാണ് അരുൺ രാജ് എന്നാണ് പേര്. വോട്ടിംഗ് സഹായിക്കുന്നത്. ജനം മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്ന ഭാരത വികസനത്തിനോടൊപ്പം കേരളത്തിന്റെ സമഗ്ര മാറ്റവുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി RS അരുൺ രാജ് പറഞ്ഞു. കേരളത്തിൽ വികസനമെത്താത്ത നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് ചടയമംഗലം. ഇതിന് മാറ്റം വരണമെന്നും NDA സ്ഥാനാർത്ഥി പറഞ്ഞു. അലൈമൺ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനെത്തിയപ്പോഴായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. ജനങ്ങളുടെ ഇടയിൽ നിന്നും വളരെ ആവേശകരമായ പ്രതികരണമാണ് ലഭിക്കുന്നത്. ഒരു സംശയവുമില്ല, മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കും. ഏറ്റവും പ്രധാനം വികസനമാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും മോശമായ 2-3 നിയോജക മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ ഉൾപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ് നമ്മുടെ ചടയമംഗലത്തത്. അപ്പോൾ ചടയമംഗലത്തെ ആശുപത്രികളുടെ നില അതീവ ശോച്യാവസ്ഥയിലാണ്. അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ആശുപത്രിയിലില്ല. ഗ്രാമീണ റോഡുകളാകെ തകർന്നു കിടക്കുന്നു. ചടയമംഗലത്തെ ടൂറിസം പദ്ധതികളൊന്നും ലക്ഷ്യത്തിലെത്താതെ ഒരു പാതി വഴിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ചടയമംഗലം നിയോജക മണ്ഡലത്തിലുള്ളത്. ഇതിനൊക്കെ മാറ്റം വരണം. ഇപ്പോൾ ചൂടുകാലമാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ല. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ളക്ഷാമമാണ്. അപ്പോൾ ഇതിനെല്ലാം മാറ്റം വരണം. ചടയമംഗലത്തിൻ്റെ സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവരണം. ഒരു പുത്തൻ വികസന സ്വപ്നവുമായി ഭാരത മഹാരാജ്യത്തെ വികസനത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്ന നരേന്ദ്രമോദിജിയുടെ പാതയിലൂടെ ഭാരത വികസനത്തിനൊപ്പം കേരള വികസനവുമെന്ന BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനോടൊപ്പം അവരുടെ ആശയത്തിനൊപ്പം ചടയമംഗലം നിയോജക മണ്ഡലവും മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വികസനം തന്നെയാണ് ചടയമംഗലത്തിൻ്റെ സമഗ്ര മാറ്റവും വികസനവുമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. നേതാക്കളായ പുത്തയം ബിജു, രാജു, അജിർ ചന്ദ്രൻ, ശരത് ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.